നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് പ്രധാനമായിട്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഓരോ വേരുകളും ഇസ്രായേൽ അറുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായ അല്ലെങ്കിൽ അവരുടെ വർഷങ്ങളായിട്ട് ഈ ഒരു സംഘടനയെ കെട്ടിപ്പടുത്തുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഇന്നും അല്ലെങ്കിൽ ഈ കുറച്ചു നാളുകൾക്ക് മുന്നു വരെയും ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് വളർത്തിയ ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന അവരുടെ ഭീകര തലവനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇത് തന്നെയാണ് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് കിട്ടുന്നതിനുള്ള ഒരു കാരണമായത്. രാജാവ് ആദ്യം വീഴുന്ന അവസ്ഥയായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് ഉണ്ടായത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്ത് ശേഷിയാണ് ഇതുപോലെ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് ഉള്ളതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ് ഹിസ്ബുള്ളയുടെ അവസ്ഥ എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ പറയേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കലായിട്ട് യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ശത്രുവിനെ കൊലപ്പെടുത്തുന്ന ഒരു രാജ്യം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെ കഴിഞ്ഞിട്ടുള്ളൂ, അമേരിക്ക പോലും എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടും. ആ ഒരു സാഹചര്യത്തിലാണ് ഹമാസ് പോലെ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഇന്നലെയും തുടങ്ങിയതല്ല. ഒക്ടോബർ 7-ാം തീയതി 2023 തുടങ്ങിയ ഒരു സംഘർഷം തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മറ്റൊരു തലവനായിട്ടുള്ള സുഹൈൽ ഹുസൈനെ കൂടി ഇസ്രായേൽ സേന ബെയ്റൂട്ടിൽ വെച്ചുണ്ടായ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതോടുകൂടി ഹിസ്ബുള്ളയുടെ മറ്റൊരു തലവൻ കൂടി ഇല്ലാതായിരിക്കുകയാണ്. 62,000 പോരാളികളാണ് തങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കി ലോകം മുഴുവൻ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പോരാട്ട സംഘടനയാണെന്ന് പറയുന്നവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ പറയുന്ന സുഹൈൽ എന്ന് പറയുന്ന ഇവരുടെ ഭീകരവാദ തലവനെ പിടിച്ച് മരത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് ഇസ്രായേൽ സേന പുറത്തു വിടുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, പശ്ചിമേഷ്യയിൽ യുദ്ധം എന്ന് പറയുന്നത് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള സംഘടനകൾക്ക് ഇനി ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാനെ പോലെയുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളുമുണ്ട്. ഇവരുടെ എല്ലാം തണലിൽ തിന്നു കൊഴുത്ത് വളർന്ന ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകൾ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ കൈകൾ കൊണ്ട് തന്നെ ഇല്ലാതെയാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്ക ഒരു സമയത്ത് ഇറാഖിനെ എല്ലാം ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട സമയം മുതൽക്ക് തന്നെ ഒരുപാട് ഭീകരവാദ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ അൽ ഖയ്ദയുടെ തലവനായിട്ടുള്ള ഒസാമ ബിൻ ലാദനെയും അതോടൊപ്പം തന്നെ ISIS തലവനെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിരന്തരമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത്. പക്ഷെ അവരുടെ ഒരു പ്രധാനപ്പെട്ട തിരുത്താൻ പറ്റാത്ത പോലെയുള്ള ഒരു നടപടിയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവരുടെ സേനാ പിന്മാറ്റം. എന്നാണോ ഈ പറയുന്ന അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയത്, ഉടൻ തന്നെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോയിരുന്നതിൽ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ അവിടെ സായുധ പോരാട്ടത്തിലൂടെ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് അവിടെ അധികാരത്തിൽ എത്താനുണ്ടായ സാഹചര്യം ഒരുക്കിയത് അമേരിക്കയാണ്. പക്ഷെ ആ ഒരു സാഹചര്യം ഇറാനിൽ നിന്നും ലെബനോനിൽ നിന്നും പാലസ്തീനിൽ നിന്നും ഞങ്ങൾ മാറ്റിയെടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപിത നയവുമായിട്ടാണ് ഇസ്രായേൽ സേന അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാർ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അത് കൃത്യമായിട്ട് ഇറാനിലെ ജനങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ ഈ വിഷയത്തെ പറ്റി കൃത്യമായിട്ട് അവതരിപ്പിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകരവാദ സംഘടനയെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തുള്ള ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ആ ഭീകര സംവിധാനത്തിൽ നിന്ന് ഒഴിപ്പിച്ച് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വികസനത്തിന്റെയും വലിയ രീതിയിലുള്ള ഒരു സമാധാനത്തിന്റെയും ജീവിതം മുന്നോട്ട് എത്തിക്കാനായിട്ട് ഇസ്രായേൽ ജനതയോടൊപ്പം നിങ്ങൾക്ക് സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെയുള്ള ഭരണ സംവിധാനത്തെ
ഇല്ലാതെയാക്കണം. ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അതിനുള്ള പോരാട്ടമാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപിത നയം പരസ്യമായിട്ട് അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്. ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ബെയ്റൂട്ടിലെ അല്ലെങ്കിൽ ലെബനോൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പാലസ്തീൻ മോഡൽ ആക്രമണമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രത്തോളം വലിയ രീതിയിലുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ വലിയ രീതിയിൽ ഒരു കടന്നു കയറുന്നത് പോലെയാണല്ലോ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താം. എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറുക? ഒരു രാജ്യം എങ്ങനെയാണ് ഒരു ഭീകരവാദ സംഘടനയെ പോറ്റി വളർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രാജ്യത്തിന് സൈന്യം ഉണ്ടാകണമെങ്കിൽ ആ സൈന്യത്തിന് മാത്രമുള്ള സംവിധാനങ്ങളല്ല അവിടെ ഉണ്ടാകേണ്ടത്. ആ സൈന്യത്തിനുപരിയായിട്ട് മറ്റൊരു സൈന്യം എന്നുള്ള രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങളെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഭീകരവാദ ഗ്രൂപ്പുകൾ എന്തിനാണ്? ലെബനോന് ഒരു സൈനിക വിഭാഗം ഉണ്ടാകുമല്ലോ. ആ സൈനിക വിഭാഗത്തെയല്ലേ ഇവർ ഡെവലപ്പ് ചെയ്യേണ്ടത്? എന്തിനാണ് ഭീകരവാദ സംഘടനയെ ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഭീകരവാദികൾ ആക്രമണം നടത്തിയാൽ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് പറയാം, അയ്യോ അതൊരു ഭീകരവാദ സംഘടനയാണ് ഹിസ്ബുള്ള, അവരല്ലേ ആക്രമിച്ചത്, ഞങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റും. അപ്പൊ അങ്ങനെ കൈ കഴുകുന്നവരോട് ചെയ്യാനുള്ളത് ഒരേ ഒരു നയം മാത്രമാണ്. അവരുടെ അനുവാദം കൂടാതെ ആ രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയെ ഇല്ലായ്മ ചെയ്യുക. അത് തന്നെയാണ് ഹസൻ നസ്രുള്ളയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രത്തോളം വലിയ രീതിയിൽ മുന്നോട്ട് പോയാലും ഹിസ്ബുള്ളയെ 62,000 അല്ല 62 ലക്ഷം പ്രവർത്തകർ അവർക്കുണ്ടെങ്കിലും അതിലെ മുഴുവൻ പ്രവർത്തകരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് ഇപ്പോൾ ലെബനോനിൽ നിന്ന് മറ്റൊരു ആക്രമണം കൂടി ഹിസ്ബുള്ള നടത്തിയിരിക്കുകയാണ്. അത് ഇസ്രായേലിലെ വടക്കൻ മേഖലയിൽ ജനവാസ മേഖലയിലേക്ക് 80ഓളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഹിസ്ബുള്ളക്കെതിരെ നടപടിയെടുക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കും? ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട. ഇസ്രായേലിന്റെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഹിസ്ബുള്ളയുടെ തലവന്മാരെയും കൊന്നൊടുക്കുക എന്നുള്ള നയം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുഹൈൽ ഹുസൈൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവൻ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകൾ കൊണ്ട് തന്നെ മരിച്ചിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിലാണ് ഇതുപോലെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഇന്നോ നാളെയോ നിൽക്കുന്ന കാര്യമല്ല. എത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ ഈ ഭീകരവാദികൾക്കെതിരെ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ തങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലേക്കുള്ള വിഷയം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഈ ജിഹാദി ഭീകരവാദികളെ നശിപ്പിക്കുന്നതിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ലെബനോനിലും പാലസ്തീനിലും യമനിലും അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ പോറ്റുന്ന അല്ലെങ്കിൽ പാലൂട്ടി വളർത്തുന്ന ഇറാൻ പോലും ഇപ്പോൾ തങ്ങൾക്ക് ഏത് സമയത്ത് തിരിച്ചടി ലഭിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം കേൾക്കാനായിട്ട് ഭയന്നിരിക്കുകയാണ്. ഇത് എത്രയും വേഗം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ഒരു തിരിച്ചടി ഇറാനെതിരെ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം തന്നെയാണ്. ഇറാൻ അയച്ച മിസൈലുകൾ മുഴുവൻ, ആ പൊട്ടാസുകൾ മുഴുവൻ അയൺ ഡോമിൽ തട്ടി പൊട്ടിത്തകർന്ന് വീഴുന്ന കാഴ്ച നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തിരിച്ചടി എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മറ്റൊരു തലവൻ കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകളാൽ വധിക്കപ്പെട്ടിരിക്കുകയാണ്.